ഗുഡ് മോർണിംഗ് റൂഫി. അമ്മന്റെ പൊന്നെന്ത് മമ്മിന്റെ ഡോർ നോക്കിട്ട് കിടക്കുന്നുണ്ട്. അമ്മന്റെ കൊച്ച് മമ്മിന്റെ ഡോർ നോക്കിട്ട് കിടക്കുന്നുണ്ടടി. എവിടെ ചെക്കൻ? എവിടെ എവിടെ സോറോ? എവിടെ? അമ്മന്റെ ചക്കരയാണോ ഇത്? ഗുഡ് മോർണിംഗ് ജോറോഷി. ജോറോഷി, ഡാഡി എവിടെ? ഡാഡി ഉറങ്ങുക. ഡാഡി ഉറങ്ങുക. ശരി, ഡാഡി ഉറങ്ങിക്കോട്ടെ. നീയും കിടന്നു. നീ കിടക്കണില്ലേ? നീ എന്താ മമ്മിന്റെ ഡോറിന്റെ അവിടെ വന്ന് കിടക്കണ? ഇന്ന് നമുക്ക് കാടമുട്ട പുഴുങ്ങാം. ഇത് ഇവിടെ വന്ന് കേരള വാനിന്ന് വാങ്ങിയതാട്ടോ കാടമുട്ട. നല്ല രസമുണ്ട്. കുട്ടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കുരുവിക്കൂട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. നാല്, എട്ട്, 12 എണ്ണം ഇപ്പൊ പുഴുങ്ങാം. 6 എണ്ണം വെച്ചിട്ടുണ്ട് അവർക്ക്. നിങ്ങൾ ഇതിൽ തന്നെ ഇരുന്നോ. ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് പറഞ്ഞാല് വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ ഒരു പീസ് സിന്നമൺ സ്റ്റിക്ക് കാണാറുണ്ട്. ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് സ്ട്രെയിൻ ചെയ്തെടുക്കും. കാരണം എനിക്ക് ഇതിലത്തെ ഈ സാധനങ്ങളും ജീരകമൊന്നും തിന്നാൻ ഇഷ്ടമല്ല. ഇതിലത്തെ വെള്ളം മാത്രം എടുത്തിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് കുടിക്കാം. മുട്ട പുഴുങ്ങാൻ വെച്ചതിൻ്റെ മേലെ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോയും ആകാൻ വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആയി തോന്നുന്നുണ്ട്. ഇല്ല, ഒന്നുകൂടെ ആവണം. ഇപ്പം ഞാൻ ഇടക്ക് മാത്രമാണ് സ്വീറ്റ് പൊട്ടാറ്റോ കുക്കറിലിട്ട് വേവിക്കാറുള്ളൂ. അധികവും ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ സ്റ്റീമറിൽ വെച്ചിട്ട് തന്നെ വേവിക്കും. ഇത് ഇഡ്ഡലി തട്ടാണ്, സ്റ്റീമറൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിള്ളേർക്കും കൊടുക്കണം സ്വീറ്റ് പൊട്ടാറ്റോ. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗെറ്റ് റെഡി. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. കുറച്ച് മാംഗോസ് ഉണ്ട്, കുറച്ച് ആപ്പിൾ, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ ഒരു 6 കാടമുട്ട. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സുഖി ഇവരുടെ വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോയി വന്നിട്ട് ചായയും എന്തൊക്കെയോ കഴിച്ചും പറഞ്ഞൊന്നും പറയണില്ല, ഉറക്കത്തില്ല. വിളിച്ചപ്പോൾ എണീക്കണില്ല പറഞ്ഞു. അപ്പോൾ അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങട്ടെ. കുറച്ച് ദിവസമായിട്ട് ഈ ഫുട്ബോളിൻ്റെ കാരണം കൊണ്ടൊക്കെ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ അതാ സൺഡേ നൈറ്റും ഇതേപോലെ ഗോവിന്ദയാവും. ഈ 2 ദിവസം നമ്മൾ ജിമ്മൊന്നും പോകണില്ല, അങ്ങനെ റെസ്റ്റ്. ഇനി ഷോപ്പിങ്ങിന് പോയിട്ട് ഒരു ഫുൾ ഡേ തീർക്കാനുണ്ട്. അത് നല്ല ടയേർഡാകാൻ പോവുക. സൺഡേ, സാറ്റർഡേ കുറച്ച് ചെയ്യാനുണ്ട്, സൺഡേ കുറച്ച് അധികം ചെയ്യാനുണ്ട്. ശരി, നോക്കാം. ഞാൻ വേഗം കഴിക്കട്ടെ. ഇനിയിപ്പോൾ ദീദി വരും. ദീദി വരുമ്പോഴത്തേന് സോറോനെയും റൂഫിനൊക്കെ പിടിക്കാൻ ഞാൻ ഫ്രീ ആകണം. വേഗം കഴിക്കാം. ഇവിടെ ഒരാള് എൻ്റെ ചെയറിന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത് കാണുന്നുണ്ട്. റൂഫി പൊന്നാണ് അത്, റൂഫി. അവള് ചെയറിന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട് താഴെ. ഇവിടെ ഒരുത്തൻ സോഫയിൽ. ഇന്നത്തെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ നടക്കുകയാണ് കേട്ടോ ഇവിടെ. ഈ സംഭവങ്ങളില്ലേ, ഈ പ്ലേറ്റിലിരിക്കുന്നത്, ഇത് ഫുള്ള് പൈനാപ്പിൾ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മോരുകറിക്ക് എപ്പോഴും നന്ദിനീൻ്റെ കേട എടുക്കുക. അതിനെ കുറച്ച് പുളിപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 1/2 പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ ഉണ്ട്, ഇത് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കണോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഫ്രീസ് ചെയ്ത് വെക്കും. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. മോരുകറിയിൽ കുരുമുളക് മാൻഡേറ്ററി ആണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും കുരുമുളക് ഇട്ടാൽ. പിന്നെ കുറച്ച് ജീരകം, പിന്നെ ഒരു എരിവ് ഇത് മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ വേറെ ഒരു പേരിന് ഞാൻ ഒരു ലേശം മുളക് പൊടി ഇടും അതിൽ. എന്തിനാ വെച്ചാൽ എനിക്ക് ഭയങ്കര മഞ്ഞ കളർ ഇഷ്ടമല്ല, ഒരു മീഡിയം മഞ്ഞ ഇഷ്ടം. അപ്പം മഞ്ഞപ്പൊടീൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഇടും. പക്ഷെ എരിവിന് ഇതാണ്, കളറിന് കാശ്മീരി മുളക് പൊടി. പിന്നെ ഈ കടുക് വറുത്തതിൻ്റെ ശേഷം
സവാള വഴറ്റിയിട്ട് അതിലേക്ക് വേണം നമ്മൾ പൈനാപ്പിൾ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ. അതിലേക്ക് ഈ തേങ്ങൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം തള വന്നതിന് ശേഷം ഇറക്കാൻ നേരത്ത് തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചാൽ വേവിക്കാൻ പാടില്ല, തൈരിന്റെ പ്രോബയോട്ടിക് ഫീച്ചർ നഷ്ടമാവും. സോ ചൂടായിട്ടിരിക്കണേൽക്ക് തൈര് അങ്ങോട്ട് ഒഴിക്കുക, ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത്ര തന്നെ. ഇതിന്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ ചിക്കൻ റോസ്റ്റ് പോലെ ആക്കുന്നുണ്ട്, ചുക്ക പോലെ. ജസ്റ്റ് സവാളേനെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ, ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ചിക്കൻ മസാല, സോൾട്ട്. ഈ സാധനത്തിന് നമ്മൾ നല്ല വഴന്ന് വരുമ്പോൾ ഈ സവാളയിൽ ഇട്ട് കൊടുക്കുക, ഇറക്കുക. കുറച്ചധികം കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇത്രയാണ് ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇത് ഉണ്ടാക്കട്ടെ. ഓൾമോസ്റ്റ് 1 o'clock ആവാറായി. ലോഗിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ എനിക്ക് കുക്കിംഗ് തീർത്തിട്ട് വേണം ലോഗിൻ ചെയ്യാനായിട്ട്. ഓക്കെ, സീ യു സൂൺ. ഇന്ന് ചിക്കൻ റോസ്റ്റ് ഞാൻ നോൺ സ്റ്റിക്ക് തവയിലാണ് ഉണ്ടാക്കുന്നത്, ഫ്രൈങ് പാനിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വേഗമാകാൻ വേണ്ടിയിട്ട്. പിന്നെ മൂവി ഏതാണെന്നറിയോ? എന്താണ് ഇക്ക അല്ലേ, പേരെന്താ കാണിക്കാത്ത? ഇക്ക മീൻസ് ഹിന്ദിയിൽ എയ്സ് എന്നാണ് കേട്ടോ. നമ്മുടെ എ കാർഡ് ഇല്ലേ, കാർഡ്സ് കളിക്കുമ്പോഴത്തേലത്തെ എയ്സ്, അപ്പോൾ പവർഫുൾ കാർഡ്. സോ അതാണ് ഈ സിനിമന്റെ പേര്. നന്നായിട്ടുണ്ട്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആണ്. അത് കണ്ടിട്ടാണ് നമ്മൾ കുക്കിംഗ് ചെയ്യണത്. ചിക്കന് വേണ്ടിയിട്ടുള്ള സവാള നമ്മളിത് ഇവിടെ കുറച്ച് ഓയിലായിട്ട് ഒഴിക്കുള്ളൂ. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. കുറേ ഓയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. പക്ഷെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിനെ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് പതുക്കെ ഇളക്കിയെടുക്കും. ഇവിടെ അതാ നമ്മൾ കടുക് വറുത്തു, ഡ്രൈ റെഡ് ചില്ലി ഇട്ടു, കറിവേപ്പില ഇട്ടു, സവാള ഇട്ടു. സവാള ഭയങ്കര ഇതാവൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റൺ ആയാൽ മതി. എന്നിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇതിലും കുറച്ച് വെളിച്ചെണ്ണ. രണ്ടിലും കോക്കനട്ട് ഓയിലാട്ടോ. ഇതും കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത്, ഇതും കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത്. രണ്ടിൽ ഇച്ചിരി ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ പേരിന്. അടി പിടിക്കാതിരിക്കാൻ നമ്മൾ ജസ്റ്റ് ഇളക്കിയാൽ മതി. പിന്നെ ഇത് ഗ്രേവി അല്ലേ ഇതിലപ്പോൾ പിന്നെ അടി പിടിക്കുന്ന ചാൻസ് വരില്ല. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അതിലും അടി പിടിക്കില്ല. അപ്പോൾ കുറച്ച് ഓയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. ചുമക്കണ എന്താണെന്ന് വെച്ചാൽ എക്സോസ്റ്റ് സ്പീഡ് കുറച്ചിട്ടേക്ക്, അല്ലെങ്കിൽ ഞാൻ പറയണമൊന്നും കേൾക്കില്ല. എന്നിട്ട് ഇതിനെ കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പൈനാപ്പിൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അങ്ങനെ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡിയായി. ഇത് കണ്ടോ, ചിക്കൻ ഫ്രൈ പാനിലിട്ട് വരട്ടി എടുത്തു. പിന്നെ ഇതാ മോര് കറി. ഇത് ഈ ലൈറ്റിൽ, യെല്ലോ ലൈറ്റിൽ കാണുന്ന കാരണം നിങ്ങൾക്ക് ഭയങ്കര മഞ്ഞ. ഞാൻ പ്ലേറ്റിൽ ഇടുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ശരിക്കുള്ള കളർ കാണാം. ഇനി എനിക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അയ്യോ, ഇറ്റ്സ് എ മെസ്. ഓൾമോസ്റ്റ് 1:10 ആയി. ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് വർക്ക് ചെയ്യാതിരിക്കണം. ഒരു പപ്പടം കൂടെ വറുക്കുന്നുണ്ട് ഞാൻ. വേഗം പപ്പടം കൂടെ വറുത്തിട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് പ്ലേറ്റ്. കുറച്ച് ചോറും കുറേ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം പൈനാപ്പിൾ. കുറേ പൈനാപ്പിളുള്ള മോര് കറി, പപ്പടം, പപ്പടം, പിന്നെ അതാ നല്ല ചിക്കൻ വരട്ട്, കുക്കുംബർ. ഇനി കഴിക്കട്ടെ. ഇപ്പം സമയം 3:15 കേട്ടോ. കഴിക്കട്ടെ. ഇന്ന് മഴയാണ്, പുറത്തു പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ഇട്ടിട്ട് ചായ കുടിക്കാം. പിന്നെ ശാമന്തേൻ്റെ ഏതോ ഒരു പുതിയ പടം വന്നിട്ടുണ്ട്, സാമന്താറും. മക്കളെ, ഫുഡ് കഴിക്കണ്ടേ? വിശക്കണില്ലേ? ഫുഡ് വേണ്ടേ? വാ, എനിക്ക് ഫുഡ് തരാം. വാ, ഭക്ഷണം തരാം. വാ, നോക്ക് 8 മണി ആവാറായി. വിശക്കണില്ലേ? ബാ, കം. ഇന്ന് മഴ ആയതുകൊണ്ട് പുറത്തേ കൊണ്ടുപോയിട്ടില്ല പിള്ളേരിനെ. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 9 മണിയായി. അവർക്ക് മൂത്രം ഒഴിക്കണമല്ലോ, പാവല്ലേ. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വരെ മാത്രം ഒന്ന് കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. നടക്ക് റൂഫി, നടക്ക്. സോറോ, നീ മൂത്രം ഒഴിച്ചു അല്ലേ? റൂഫി, നീ മൂത്രം ഒഴിക്കും.
മൂത്രമൊഴിക്കുക. കം കം കം. ഇവിടെ എന്തൊക്കെയാ ചെയ്യണ്ടല്ലോ ഈ ആൾക്കാര്. മൂത്രമൊഴിക്കാൻ തപ്പിട്ടിരിക്ക. ഇന്ന് നമുക്കില്ലേ മൈക്ക് വോയിസ് ഓവർ കൊടുത്ത ഇവിടെ തന്നെ ഒഴിക്കണോ? വേറെ എവിടെയും പോകാൻ പറ്റില്ല. സുഖി ഫുഡ് കഴിക്കുക. ടേസ്റ്റ് ചെയ്തായിരുന്നോ നീ ആദ്യം? അതോ മീൻസ് ടേസ്റ്റ് ചെയ്ത് നോക്കിണ്ടായിരുന്നോ? കറി ഇതൊക്കെ ഒന്നും ടേസ്റ്റ് ഇല്ല. ചിക്കൻ പീസ് കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? നീ കോമ്പിനേഷൻ നോക്ക്. ഞാൻ ആദ്യം മീൻ വാങ്ങാന്നാ വിചാരിച്ചത്. ശരിക്കും ഈ മോരുകറി മീൻ വറുത്തവും നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മളെപ്പോഴും വാങ്ങണോടത്ത് ഇന്ന് മത്തി ഉണ്ടായിരുന്നില്ല. എനിക്ക് മത്തി കഴിക്കാൻ തോന്നുന്നു. എങ്ങനെയുണ്ട്? പൈനാപ്പിൾ മോരുകറി കൊറേ നാളായില്ല നമ്മൾ ഉണ്ടാക്കിയിട്ട്. പൈനാപ്പിൾ മോരുകറി ചിക്കനോ? ചിക്കൻ എപ്പോഴും അടിപൊളി. ഇതൊരു ചുക്ക പോലെ അനിയൻ ഫ്രൈ ചെയ്തിട്ട് എൻജോയ്. നിങ്ങൾ ആടാ ഞാൻ മിഡ് നൈറ്റ് ക്രേവിങ്സ് അല്ലേ സുഖി? 12 മണി. സുഖി 12 മണിയായി. ഒരു കാര്യം ചെയ്യാണ്ട്. ഹാപ്പി ബർത്ത്ഡേ സ്മൃതി. സ്മൃതിന്റെ ബർത്ത്ഡേ ആ 18th. 12 ആയില്ലേ? 12 ആയ 18 അല്ലേ? അവളെ വിളിച്ച് വിഷ് ചെയ്യാം നമുക്ക്. ഇതാ ആദ്യം ഞങ്ങള് ഷെല്ലിൽ പോയി ചായ കുടിക്കാൻ വിചാരിച്ച്. പിന്നെ എനിക്ക് മടിയായി. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ബ്രെഡ് ബട്ടർ ജാം വേണം പറഞ്ഞു. ക്രേവിങ്സ്. നീ എന്താ ചായ ഉണ്ടാക്കണ്ടാ? ശരി, അതിന് കുറച്ച് പാലില് ഞാനൊരു കോഫി ഉണ്ടാക്കി തരൂലെന്നല്ല മുകൾ. കോഫി ഞാൻ ഉണ്ടാക്കിക്കോളാം. എനിക്കുള്ളത് എനിക്ക് ബ്രെഡ് ബട്ടർ ജാം. മുളുസ് എടി മുളുസ് 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 മുളുസ്. ഇത് സൗർഡോ തന്നെയാണ്. സൗർഡോ ഫ്രഞ്ച് ബ്രെഡ്. ഫ്രഞ്ച് ബ്രെഡ്. മിന്നല്ലേ 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 മിന്നല്ലേ. കൊറേ ബട്ടർ വേണോ? ഒരു ബട്ടർ എടുത്തോളൂ. രണ്ടിൽക്കും വേണല്ലോ. ഒട്ടിച്ചു വെക്കൂല. 2 സെപ്പറേറ്റ് വേണം എനിക്ക്. എങ്ങനെ ജാം പിന്നെ ഇല്ലെന്ന് അതിന്റെ മേലെ കൂടെ രണ്ടും അങ്ങനെ ചേർത്തിട്ടാ കടിക്കണോ? പാൽ നോക്ക്, പാൽ നോക്ക്. പാൽ നോക്കി. ക്യാമറ നോക്കുന്നുണ്ട് പാല്. അയ്യോ കൊറക്ക. നിനക്ക് കോഫിക്ക് എടുക്കാതിന്ന്. റൊമാൻറ്റിക് ആയിട്ട്. അയ്യോ ഫോൺ വീഴാൻ പോണ്. കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ഇനി കാപ്പി ഇഷ്ടപ്പെട്ടാ നോക്കട്ടെ. തരൂ കൈ. അല്ല റുഫി, കുട്ടീനെ ഇഷ്ടമായി. ഇനി കാപ്പി ഇഷ്ടമായാ നോക്കാം നമുക്ക്. നല്ല സ്ട്രോങ് കാപ്പി. കാപ്പി ഞാനിട്ടത്. ഇതാണ് സുഖി ചെയ്തത്. ഇതെങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. നൊസ്റ്റാൾജിക്. പക്ഷെ നോർമൽ മിൽക്ക് ബ്രെഡിന്റെ അത്ര സോഫ്റ്റ് അല്ല. പക്ഷെ നല്ല ടേസ്റ്റ്. ഹലോ പീപ്പിൾ, നേരെ കണ്ടിട്ടില്ലല്ലോ ഇന്ന് ഡേ 25. വാവ്, നമ്മള് 1/4 is done. Okay, day 25 of 100 successfully completed.
ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ കൾച്ചറൽ പരിപാടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതില് ഒരു 2 പരിപാടിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു പരിപാടിന്റെ പ്രാക്ടീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഡെയിലി ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അതുണ്ട്. അത് കഴിഞ്ഞ് വന്ന് അപ്പൊ നല്ല ലേറ്റ് ആയി. ഞാൻ ഫ്രണ്ട്സിനൊക്കെ കണ്ട് സംസാരിച്ച് ഇപ്പോ 12:15 ആയി. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്ന് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് വായിക്കാം. റെഡ് എടുക്കാം. ഇത് കുറച്ച് നെഗാണ്. ഐ എം ഹാപ്പി ഫോർ ദിസ് ലൈഫ്. വാട്ട് ഇഫ്? നെഗല്ല, പോസിറ്റീവ് തന്നെ. അതായത് ഇപ്പുള്ള ലൈഫായിട്ട് ഞാൻ ഹാപ്പിയാണ്. വാട്ട് ഇഫ്? അതായത് ഇതല്ലായിരുന്നെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഇതല്ലാത്തൊരു ലൈഫ്, ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഈസി, ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഹാപ്പി ഫോർ മീ. അങ്ങനെ. അപ്പൊ ഇത് ചെറിയൊരു ടോപ്പിക്കായിരുന്നു. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ എടുക്കാം. കുറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ളത് കിട്ടണം. അപ്പോൾ രസം. ഇത് വായിച്ചായിരുന്നോ? സ്റ്റേ ക്ലോസ് ടു പീപ്പിൾ ഹൂ ഫീൽസ് ലൈക്ക് സൺഷൈൻ. ഒന്നുമില്ല, നമ്മള് നല്ല ആൾക്കാരനായിട്ട് സമ്പർക്കം വെക്കുക. കുറെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇങ്ങനെ നെഗടിപ്പിക്കുന്ന ആൾക്കാരനായിട്ട് അധികം കമ്പനി വെക്കാതിരിക്കുക. നമുക്ക് നല്ല വൈബ്, നമ്മളെ വൈബ്, നല്ല വൈബ് പറഞ്ഞൊരു വൈബൊന്നുമില്ല. അത് ഓരോരുത്തരുടെ മനസ്സിന്റെയാണ്. ഇപ്പോ ആ നെഗ് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞില്ലേ, അവർക്കും കുറെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് അത് ഇഷ്ടമാണ്. അപ്പൊ അവരത് എൻജോയ് ചെയ്തോട്ടെ, കുഴപ്പമില്ല. അപ്പൊ നമ്മൾക്ക് ഇങ്ങനത്തെ വൈബ്, നമ്മളെ വൈബിന് മാച്ച് ആവുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ സമ്പർക്കം പുലർത്തുക. അപ്പൊ നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. കാരണം അതൊക്കെയാണ് ഏറ്റവും വലിയ ലക്ഷറി. ഓക്കെ, നമ്മൾ മനസ്സിൽ സന്തോഷമായിട്ടിരിക്കുക. കുറച്ച് സമയമെങ്കിലും അവരൊക്കെ കാണുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വാട്ട് വി വോണ്ട്, റൈറ്റ്? നമ്മൾക്ക് ഇപ്പൊ ബിസിനസ് ഒക്കെ ചെയ്യണവരുടെ കാര്യം എനിക്കറിയില്ല. ജോലി ചെയ്യണവരെന്ന് പറയുമ്പോൾ ഒരു 5 days നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു സൈക്കിളിൽ കൂടെ പോയിട്ടിരിക്കുകയാണ്. എണീക്കണു, അത് ചെയ്യണു, ഇത് ചെയ്യണു, വർക്ക് ചെയ്യണു, വൈകുന്നേരം ആവണു, ഇങ്ങനെ. അപ്പൊ നമുക്ക് ആ ഒരു വീക്കെൻഡ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ലൈക്ക് മൈൻഡഡ് പീപ്പിളിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സിന്റെ ഒരു സുഖമില്ലേ, ഇസ് ദ ബെസ്റ്റ് തെറാപ്പി, ഐ വുഡ് സേ. ഞങ്ങൾക്ക് അങ്ങനത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫുട്ബോൾ ഗെയിം മെയിൻ ആയിട്ട്. അത് സാറ്റർഡേ മോർണിംഗ് ഈവനിങ് അങ്ങനെയൊക്കെ ഉണ്ടാവും. നാളെ ഞങ്ങൾക്ക് മോർണിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ് എൻഡ് ചെയ്യാൻ പോണത്. നാളെ ഞങ്ങൾ ഒരു പുതിയ ടർഫിലാണ് പോണത്. ഫുൾ വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ എങ്ങനെയുണ്ട് നോക്കാം. അതിന്റെ ഓണർ സുഗിനായിട്ട് കമ്പനിയായി ഞങ്ങൾ കാണാൻ പോയ സമയത്ത്. തമിഴാണ്, കുന്നൂർ എന്തോ ആണ് തോന്നുന്ന ആള്. അപ്പൊ പുള്ളിക്കാരൻ നമ്മളെ അടുത്ത് കുറെ നാളായിട്ട് വന്നൊന്ന് കളിച്ചു നോക്ക്, നിങ്ങൾ കളിച്ചു നോക്ക് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ കോച്ചൊക്കെയാണ്, ഫുട്ബോൾ കോച്ച്. നാളെ ഞങ്ങളുടെ കളി കണ്ടാൽ പുള്ളിക്കാരൻ പറയും നീ വഴിക്ക് വരരുത് പറയുമോന്ന് അറിയില്ല. അപ്പൊ നാളെ ഞങ്ങള് വലിയ ടർഫ് ആയതുകൊണ്ട് ഞങ്ങള് 8-8, അതായത് 7 ഗ്രൗണ്ടിലുണ്ടാവും 2 ഗോൾ കീപ്പർ. 18 ആൾക്കാരാണ് കളിക്കാൻ പോണത്. അല്ല, 16 ആൾക്കാർ. യെസ്, 16 ആൾക്കാരാണ് നാളെ കളിക്കാൻ പോണത്. 16 18 മറന്നുപോയി, നോക്കണം. നാളെ എല്ലാരും വന്നാൽ മതിയായിരുന്നു. പിന്നെ ഇത്ര ആൾക്കാർ ഇട്ടതുകൊണ്ട് ഇനിയിപ്പോ ആള് പറഞ്ഞാലും ഞങ്ങൾ മുന്നേ കളിച്ച പോലെ കളിക്കും, അത്ര തന്നെ. രാവിലെ എണീറ്റ് വരേണ്ട കാര്യം, കാരണം ഇന്ന് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കുറച്ച് തണുപ്പായിട്ടുണ്ട്. അപ്പൊ എല്ലാരും കിടന്ന് ഉറങ്ങി പോവാന്നറിയില്ല. അങ്ങനെ. അപ്പൊ നാളെ രാവിലെ മിക്കവാറും ഗുഡ് മോർണിംഗ് ടർഫിൽ വെച്ചിട്ടായിരിക്കും. കാരണം 7:30 മാച്ച്. 7:30 to 8:30 അങ്ങനെ എന്തോ. ഇപ്പോഴേ 12:15 ഇനി വേഗം പോയി ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം, എന്നെങ്കിൽ രാവിലെ എണീക്കാൻ പറ്റും. രാവിലെ പരിപാടിയൊന്നുമില്ല, എണീക്കുക, ഇതൊക്കെ എടുത്തിട്ട് പോവാ. ബിബ്സ് ആരുടെ അതൊക്കെ ചോദിക്കണം, എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് പുറപ്പെട്ടു പോണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ thank you for watching. Please do subscribe if you haven't subscribed yet. Each subscription matters. നിങ്ങളാണ് എൻ്റെ ചാനലിന് ഗ്രോ ആക്കി തരേണ്ടത്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഒരു കുട്ടി കമൻറ്റ്, ഒരു സ്മൈലി ഇമോജി, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. പ്ലീസ് ഡു ഷോ സം ലവ് ആൻഡ് ഓൾ, സപ്പോർട്ട് ആൻഡ് ഓൾ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. പിന്നെ വെർച്വൽ ഹഗ്സ്. ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ, ബൈ.